ഇന്നത്തെ ടോപ്പിക്ക് ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ് including their properties. ഓക്കെ, ഇതിൽ പാർട്ട് 6. ഇതിൽ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഒന്നൊന്നും ടഫാണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് വെച്ചാൽ എഴുതിയെടുത്തോളൂ. എ കോമൺ multiple of both nine and 7 is A. A common multiple of both 9 and 7 is A. ഒരു കോമൺ മൾട്ടിപ്പിൾ ഉണ്ട് 9നും 7നും. അത് വന്നിട്ട് എ പറഞ്ഞ നമ്പറാണ്. ഓക്കെ, അത് ഏതാണെന്ന് നമുക്കറിയില്ല. This number is in between 1200 and 1300. What is A? What is number A? ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് 1197 ആണ്, 2 1260, 3 1206, 4 1266. ഇതാണ് ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നന്നായി ശ്രദ്ധിച്ചോളൂ. എ കോമൺ മൾട്ടിപ്പിൾ ഓഫ് ബോത്ത് 9 and 7 is A. 19, 17 കോമൺ മൾട്ടിപ്പിൾ. എന്താണ് കോമൺ മൾട്ടിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 63 ഉണ്ടല്ലേ, 63 എന്ന് പറയുമ്പോൾ 9 × 7 63 എന്ന് പറയാം, 7 × 9 63 എന്ന് പറയാം. കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെ ടേബിളിൽ വരുന്ന നമ്പറിനെയാണ് നമ്മൾ കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ ദിസ് നമ്പർ ഇസ് ഇൻ ബിറ്റ്വീൻ, അപ്പോൾ അത് എ എന്ന് വെച്ച് എടുക്കുക. ഇവിടെ 63 അല്ല ആൻസർ വരുന്നത്, അതിന് പകരം അവർ എന്ത് പറയുന്നു, 1200ൻ്റെയും 1300ൻ്റെയും ഇടയ്ക്ക് വരുന്ന നമ്പറാണ് ഈ എ പറഞ്ഞ നമ്പർ. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ എന്താണ് ആണ് ചോദ്യം. ഓക്കെ ആണോ? മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? അപ്പോ 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും 9 കൊണ്ട് ഡിവിസിബിൾ ആക്കാൻ പറ്റുന്ന ഒരു നമ്പർ ആയിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ 9ന്റെ ഡിവിസിബിലിറ്റി റൂള് നമ്മൾ ചെക്ക് ചെയ്യണം. 9ന്റെ ഡിവിസിബിലിറ്റി റൂള് നന്നായി തലയിൽ കയറ്റിക്കോളൂ കേട്ടോ. 9ന്റെ ഡിവിസിബിലിറ്റി റൂള് ഓർമ്മയുണ്ടോ? 3 മാറിയേ തന്നെ, പക്ഷെ എന്താണ്, തന്നിരിക്കുന്ന നമ്പറിനെ ആഡ് ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന നമ്പർ 9 ആയിരിക്കണം. സോ 1 + 1 2, 2 + 9 11, 11 + 7 എത്രയാണ്? 18 ആണ്. വീണ്ടും ആഡ് ചെയ്യുമ്പോൾ 9 വരും. സോ 9 വന്നു കഴിഞ്ഞാൽ ഈ നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ നമ്പർ ഓക്കെ. ബാക്കി 3 നമ്പർ ഒന്ന് ചെക്ക് ചെയ്ത് പറയൂ, 9 കൊണ്ട് ഡിവിസിബിൾ ആവുമെന്ന്.
പ്ലസ് 2 9 കൊണ്ട് ഡിവിസിബിളാ. എന്താപ്പാ 2 9 കൊണ്ട് ഡിവിസിബിളാ. അങ്ങനെയല്ല, ഇങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്. 1 പ്ലസ് 2 3, 3 പ്ലസ് 6 9, 9 പ്ലസ് 0 അഗെയിൻ 9 വരുന്നുണ്ട്. അപ്പോൾ 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. അടുത്തത് 1 പ്ലസ് 2 3, 3 പ്ലസ് 6 9 വന്നു. പിന്നെ 1 പ്ലസ് 2 3, 3 പ്ലസ് 6 എത്ര വരും? 9 വരും. 9 പ്ലസ് 6 50. 15. 15 വീണ്ടും ആഡ് ചെയ്താൽ 6 ആണ്. 6 ആണ് വരുന്നത്, 9 ആണ് നമുക്ക് വരേണ്ടത്. ഈ നമ്പർ ഡിവിസിബിൾ അല്ല. പക്ഷേ ബാക്കി മൂന്നും നമ്പറും 9 കൊണ്ട് ഡിവിസിബിൾ ആണ്, 9ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 9 കൊണ്ട് ഡിവിസിബിൾ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 9ൻ്റെ മൾട്ടിപ്പിൾ ആവും. ഇനി 7ൻ്റെ ഡിവിസിബിലിറ്റി നമുക്ക് നോക്കണം. 7ൻ്റെ ഡിവിസിബിലിറ്റി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നോക്കൂ. 7ൻ്റെ ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത് ലാസ്റ്റ് നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. 7 2s are എത്രയാ? 40. ആ കിട്ടുന്ന 40നെ ഈ 190 മൈനസ് ചെയ്യുക. അപ്പൊ എത്രയാ വരിക? 119 മൈനസ് 14 എത്രയായ? എത്ര വരിക? 105 വരും അല്ലേ? വീണ്ടും ഈ ഭാഗത്തിന് നമ്മൾ വിട്ടുകളയാം. ഇനി ഈ ഭാഗത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അതേപോലെ ഈ 7നെ കുറിച്ചും ചിന്തിക്കാൻ പാടില്ല. ഇനി അടുത്തത് ഈ നമ്പറിൽ ലാസ്റ്റ് വൺസിന്റെ പ്ലേസിലുള്ള 5നെ എടുക്കുക, ഇൻറ്റു 2 ചെയ്യുക, 10 വരും. ഈ 10നെ കൊണ്ടുപോയി ഇവിടെ മൈനസ് ചെയ്യാൻ ഈ ഭാഗം മറക്കുക. 0 ആണ് വരുന്നത്. 7 കൊണ്ട് ഡിവൈഡ് ചെയ്തോ. ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. 11ൽ 7 ഒരു തവണയുണ്ട്, ബാലൻസ് 4 വരും. ഈ 9നെ താഴെ ഇറക്കി 7 തവണ 49 വരും. 0 ആയി, പിന്നെ 7 ആയി, ഒരു തവണ വരും. അപ്പോൾ 171 തവണ 7 വരുന്നുണ്ട്, ലാസ്റ്റ് 0വും വരുന്നുണ്ട്. അപ്പോൾ റിമൈൻഡർ 0 ആണ്. ഈ പറയുന്ന നമ്പർ 7 കൊണ്ടും ഡിവിസിബിൾ ആണ്. ഒന്നെങ്കിൽ നിങ്ങൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യും, ഇല്ലെങ്കിൽ നോർമൽ മെത്തേഡ് തന്നെ ഫോളോ ചെയ്തോളൂ. ഓക്കെ, ഇത് ടഫായിട്ട് തോന്നുകയാണെങ്കിൽ ഈ മെത്തേഡിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് വരുന്ന സ്റ്റെപ്പിൽ വരുന്നത് 0 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 7ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഉണ്ടാവണം. 7ൻ്റെ മൾട്ടിപ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ 14, 21, 49, 35, 56, 63, 70, 77 ഇതൊക്കെ മൾട്ടിപ്പിൾ അല്ലേ? അപ്പം അങ്ങനത്തെ നമ്പർ ഈ ഭാഗത്ത് വന്നാലോ അല്ലെങ്കിൽ 0 വന്നാലോ തീർച്ചയായിട്ടും 7 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന നമ്പറാണ്. ഇപ്പോൾ 7 ഈ ഭാഗത്ത് വന്നാലും 7 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന നമ്പറാണ്. ഓക്കെ, സോ ഇതിപ്പോൾ 7 കൊണ്ട് ഡിവിസിബിൾ ആയി. ഓക്കെ, 9 കൊണ്ടായി, 7 കൊണ്ടും ആയി. ഇനി അടുത്തത് 1260ന് 7 കൊണ്ട് ഡിവിസിബിൾ ആവുമോ എന്നുള്ളത് നോക്കണം. സോ 7 ഇട്ടു, 12ൽ 7 ഒരു തവണ, ബാലൻസ് 5, 56 വന്നു. 56 7 8 56 ആണ്, ബാലൻസ് 0 വന്നു. ഇനി 0 ആണ് നമുക്ക് ഇറക്കേണ്ടത്, ഇതുപോലെ മേലെ എഴുതി കൊടുക്കുക. അപ്പോൾ ഇതും എന്തായി 7 കൊണ്ട് ഡിവിസിബിൾ ആവുന്നുണ്ട്. ഇനി ഇതോ 1206 7 കൊണ്ടാവുമോ? 12ൽ 7 ഒരു തവണ, ബാലൻസ് 50 ആണ് വരിക, 7 തവണ 49, ബാലൻസ് 1 വരും. ഇവിടെ 16 ആണ് വരുന്നത്, 2 തവണ 14, ബാലൻസ് എത്ര വരുന്നു? 2 വരുന്നു. ഈ സ്ഥലം 0 ആയാൽ മാത്രമാണ് 7 കൊണ്ട് ഡിവിസിബിൾ ആവുള്ളൂ, ഇല്ലെങ്കിൽ 7 കൊണ്ട് ഡിവിസിബിൾ ആവില്ല. സോ ഈ നമ്പർ 7 കൊണ്ട് ഡിവിസിബിൾ ആവില്ല. ഇനി 1266 1266നെ 7 കൊണ്ട് ഡിവിസിബിൾ ആവുമോ നോക്കുക. 12ൽ 7 ഒരു തവണ, ബാലൻസ് 5, 56 7 8 56, ബാലൻസ് 0 വന്നു. പക്ഷേ ഈ 6നെ ഇറക്കണം. അപ്പോൾ ഇതാണ് റിമൈൻഡർ ആയിട്ട് വരുന്നത്. സോ റിമൈൻഡർ എത്ര വരുന്നത്? 0 ആണ് വരേണ്ടത്. ഇവിടെ 6 വന്നിട്ടുണ്ട്. സോ ഈ നമ്പറുമേ നമുക്ക് എന്താണ് 7 കൊണ്ട് ഡിവിസിബിൾ ആവില്ല.
സോ ഓപ്ഷൻ 4 9 കൊണ്ടും ആവുന്നില്ല 7 കൊണ്ടും ആവുന്നില്ല. ഓപ്ഷൻ 4 നമുക്ക് ആൻസർ ആയിട്ട് വരില്ല. 3 എന്ന് പറയുന്നത് 7 കൊണ്ടാവുന്നില്ല. സോ ഇതും ആൻസർ ആയിട്ട് വരില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഇതാവണം അല്ലെങ്കിൽ ഇതാവണം. ശരിയല്ലേ? പറയൂ. അപ്പൊ ഏതായിരിക്കാം ആൻസർ? ഫസ്റ്റ് വൺ. Second one. വിസിബിൾ ആവണം. ശരി. Second one. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് Second one. എന്ത് കാരണം സെക്കൻഡ് വൺ പറയുന്നത്? ഇതും 7 കൊണ്ട് ഡിവിസിബിൾ ആവുന്നുണ്ട് അല്ലേ? 7 കൊണ്ട് ഡിവിസിബിൾ ആവുന്നുണ്ടല്ലോ. പക്ഷേ 1200 അടുക്കും 1300 കളിക്കാതെ വെക്കുന്നു. സൂപ്പർ കിഷൻ. എന്താ പറയാ, 100% എനിക്ക് സന്തോഷം കിട്ടി. കറക്റ്റാണ്. യു ആർ കറക്റ്റ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ ഇത് രണ്ടുമാണ് വരുന്നത്. അതിൽ 7 കൊണ്ട് രണ്ടും ഡിവിസിബിൾ ആവുന്നുണ്ട്, 9 കൊണ്ടും രണ്ടും ഡിവിസിബിൾ ആവുന്നുണ്ട്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? 1200-ന്റെയും 1300-ന്റെയും ഇടയ്ക്കുള്ള സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും 1260 നമ്മളുടെ ആൻസർ. 1197 വരില്ല. ഇത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അവോയ്ഡ് ചെയ്തിരുന്നിരിക്കാം. ഓക്കെ, എന്തായാലും നിങ്ങൾ ഫുള്ളായിട്ട് പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വിട്ടത്. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ 1200 1300-ന്റെ ഇടയ്ക്ക് എന്ന് പറയുമ്പോഴേ നമ്മൾ ഇതിൻ്റെ ഡിവിസിബിലിറ്റി റൂൾ നോക്കേണ്ട ആവശ്യമില്ല. എന്ത് കാരണം? ഇത് നമുക്ക് വേണ്ട. 1200-ന്റെ താഴെയുള്ള നമ്പറാണ്. അത് നമുക്ക് വേണ്ടായിരുന്നു. ബാക്കി 3 മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ഓക്കെ, സോ ഇതാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പോവാം. Next question. How many times does 9 come in writing? വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റിംഗ് ദ നമ്പർ ഫ്രം 1 to 100. 1 മുതൽ 100-ന്റെ ഉള്ളിൽ നമ്മൾ നമ്പർ എഴുതില്ലേ? അപ്പോൾ എത്ര തവണ 9 വരുന്നുണ്ട്? ഇതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ഫസ്റ്റ് വൺ 9, സെക്കൻഡ് വൺ 100 ടൈംസ്, തേർഡ് വൺ 20 ടൈംസ്, ഫോർത്ത് വൺ 21 ടൈംസ്. എന്തായാലും 100 ടൈംസ് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നും കുഴപ്പമില്ല. 9 ടൈംസേ വരുന്നുള്ളൂ. നോക്കാം. അപ്പോൾ 1 മുതൽ നമ്മൾ എന്ത് ചെയ്യണം? 100 വരെയുള്ള നമ്പറിൽ 9 വരുന്നത് മാത്രം എഴുതുക. സോ 9 എന്ന് പറയുന്നത് വരും, പിന്നെ 19 വരും അല്ലേ, പിന്നെ 29, 39, 49, 59, 69, 79, 89. അത് കഴിഞ്ഞാൽ എന്തൊക്കെ വരും? 90, 91, 92, 93, 94, 95, 96, 96, 97, 98, പിന്നെ 99. അപ്പോൾ 9 എത്ര തവണ വരുന്നത് നോക്കൂ. 1, 2, ഇല്ലല്ല 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 20 തവണയാണ് വരുന്നത്. എഴുതി വെച്ചോളൂ. വളരെ 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 വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ മോഡൽ സ്ഥിരം ചോദിച്ചു വരുന്ന മോഡലാണ്. എത്ര തവണയുണ്ട്? 20 തവണ 9 ഉണ്ട്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല 90 എത്തി 89 വരെ എത്തും, ഇല്ലെങ്കിൽ 89 കഴിഞ്ഞ് 99 എഴുതി വെക്കും. പക്ഷേ ഈ 90, 91, 92 ഇതൊക്കെ നമ്മൾ മറന്നു പോകും. സോ ഇത് ക്ലിയർ ആയിട്ട് എഴുതി വെച്ചോളൂ.
ഈ 99-ലും എത്ര തവണയുണ്ട്? 2 തവണയുണ്ട്. അങ്ങനെ ടോട്ടൽ 20 ടൈംസ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Sixth question. Which of the following is not a factor? Not a factor എന്ന് വെച്ചാൽ ഫാക്ടർ അല്ലാത്തത്. Not a factor of 144. ഫസ്റ്റ് ഓപ്ഷൻ 2 ആണ്. സെക്കൻഡ് ഓപ്ഷൻ 3 ആണ്. തേർഡ് ഓപ്ഷൻ 5. ഫോർത്ത് ഓപ്ഷൻ 1. 1 എന്ന് പറയുന്നത് എല്ലാ നമ്പറിൻ്റെയും ഫാക്ടറാണ്. പക്ഷെ ഇവിടെ ചോദ്യം അതല്ല, ഫാക്ടർ അല്ലാത്തത് ഏതാണ്? സോ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഫാക്ടറൈസേഷൻ ചെയ്യണം. 144നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 72, 2 കൊണ്ട് ചെയ്യുമ്പോൾ 36, 2 കൊണ്ട് ചെയ്യുമ്പോൾ 18, 2 കൊണ്ട് ചെയ്യുമ്പോൾ 9, 3 കൊണ്ട് ചെയ്യുമ്പോൾ 3, 3നെ വീണ്ടും ചെയ്താൽ 1. സോ 1 ഒരു ഫാക്ടറാണ്, 3 ഒരു ഫാക്ടറാണ്, 2 ഒരു ഫാക്ടറാണ്. പക്ഷെ ഇതിൽ എന്ത് മാത്രമില്ല? 5 മാത്രമില്ല. സോ കറക്റ്റ് ആൻസർ 5 ആണ്. ആൻസർ 5. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ ചെയ്യണം കേട്ടോ. Which of the following is not a factor of 128? 1 8 ആണ്, 2 2, 3 3, 4 4. ഇനിയൊരു മെത്തേഡും കൂടി ഉണ്ട് ഇത് ചെയ്യാൻ. എന്താ വെച്ചാൽ ഡിവിസിബിലിറ്റി റൂള് ചെക്ക് ചെയ്താലും മതി. ഇപ്പോൾ 128 എന്നുണ്ടല്ലേ, ഈ 128ൽ തീർച്ചയായിട്ടും 2 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന നമ്പറാണ് ഈ 128. എന്ത് കാരണം? ലാസ്റ്റ് നമ്പർ 0 2 4 6 8 ഉണ്ടെങ്കിൽ 2 കൊണ്ട് ഡിവിസിബിൾ ആവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും 2 എന്ന് പറയുന്നത് ഒരു ഫാക്ടർ ആവാം. അടുത്തത് 4 ആവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ, 4ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത് ലാസ്റ്റ് 2 ഡിജിറ്റ് 4 കൊണ്ട് ഡിവിസിബിൾ ആവണം. എന്നാൽ അത് എത്ര വലിയ സംഖ്യയാണെങ്കിലും അത് 4 കൊണ്ട് ആകും. സോ ഇവിടെ 128 ആണ്. ലാസ്റ്റ് 2 ഡിജിറ്റ് 28 ആണ്. 28 എന്ന് പറയുമ്പോൾ 4 കൊണ്ട് ഡിവിസിബിൾ ആവും. എന്ത് കാരണം? 4 7s are 28 വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടി. അപ്പോൾ തീർച്ചയായിട്ടും 4 കൊണ്ടാവും. ഇനി 3 കൊണ്ടാവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 1 + 2 + 8 ചെയ്ത് നോക്കുക. 1 + 2 3 ആണ്, 3 + 8 11 ആണ് വരുന്നത്. വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്താൽ 2 ആണ് വരുന്നത്. നമുക്ക് എന്തൊക്കെ വരണം? 3 വരണം, 6 വരണം, ഇല്ലെങ്കിൽ 9 വരണം. അപ്പോഴാണ് 3ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇല്ലെങ്കിൽ 3ൻ്റെ ഡിവിസിബിലിറ്റി റൂള് ചെക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 2 ആണ് വരുന്നത്. തീർച്ചയായിട്ടും ഇത് വരില്ല. അടുത്തത് 8 കൊണ്ട് വരുമോ എന്ന് നോക്കുക. സോ 128നെ 8 കൊണ്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ലാസ്റ്റ് 3 ഡിജിറ്റ് 8 കൊണ്ട് ഡിവിസിബിൾ ആവണം. സോ 128നെ 8 കൊണ്ട് നോക്കുമ്പോൾ ഒരു തവണ 8, ബാലൻസ് 4 48, 6 8 48 കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. 0 റിമൈൻഡർ. 8 കൊണ്ടും ഡിവിസിബിൾ ആവും. സോ ആവാത്തത് ഏത് കൊണ്ട് മാത്രമാണ്? 3. യെസ് 3. ഓക്കെ, 2 തരത്തിൽ ചെയ്യാം. ഒന്നെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 128നെ ഫാക്ടറൈസേഷൻ ചെയ്യാം. സോ 2 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 8 ഇവിടെ 4 വന്നു. വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ 4 ഇവിടെ 1 ടൈം വന്നു. 8 അല്ല കേട്ടോ, ഇവിടെ 6 ആണ്. വീണ്ടും ഇവിടെ 32 വന്നു. 4 ടൈംസ് 8 കൃത്യമായിട്ട് കിട്ടി. സോ 2 ഉണ്ട്, 4 ഉണ്ട്, 8 ഉണ്ട്. പക്ഷെ എന്ത് മാത്രമില്ല? 3 മാത്രമില്ല. അടുത്ത ക്വസ്റ്റ്യൻ മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്ര ഉണ്ട് എന്നുള്ളതാണ്.
8th ക്വസ്റ്റ്യൻ പി വാട്ട് ഇത് ചെയ്തോ എന്നൊരു സംശയമുണ്ട്, എന്തായാലും ഇരുന്നോട്ടെ. ടോട്ടൽ നമ്പർ ഓഫ് ദി ഫാക്ടേഴ്സ് ഓഫ് 210. 210ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, എത്ര എണ്ണം വരും? സോ ഫസ്റ്റ് ഓപ്ഷൻ 16, സെക്കൻഡ് ഓപ്ഷൻ 8, മൂന്നാമത്തെ ഓപ്ഷൻ 10, നാലാമത്തെ ഓപ്ഷൻ 14. പറയൂ എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആണ്. ഫാക്ടേഴ്സിനെ പറഞ്ഞിട്ടുള്ളൂ, പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ 1 അടക്കം ഇൻക്ലൂഡ് ചെയ്യണം. സോ 210 2 കൊണ്ട് ചെയ്യുമ്പോൾ 2ൽ 2 ഒരു തവണ, 10ൽ 2 0 5 തവണ. വീണ്ടും 5 തവണ 5 കൊണ്ട് ചെയ്യാം, ഇല്ലെങ്കിൽ 3 കൊണ്ട് ചെയ്യാം. ഞാൻ ആദ്യം 3 കൊണ്ട് ചെയ്യുകയാണ്. 3 കൊണ്ട് ചെയ്യുമ്പോൾ 10ൽ 3 തവണയുണ്ട്, ബാലൻസ് 1 വരും. 15ൽ 3 5 തവണ. ഇനി 5 കൊണ്ട് ചെയ്യാം, 7 വരും. ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഇങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല. ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരുന്നോ? ഇല്ല. ചെയ്തിട്ടുണ്ടാവും. ഈ നമ്പർ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ ഇത് ചെയ്തിട്ടുണ്ടാവും. ഇത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1ൻ്റെ ടേബിളിൽ 210 വരും അല്ലേ, 2ൻ്റെ ടേബിളിൽ 105 തവണ വരും. അപ്പോൾ 1ൻ്റെ ടേബിളിൽ 210 വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 210ൻ്റെ ടേബിളിൽ ഒരു തവണ 210 വരും. ഇനി അടുത്തത് 3ൻ്റെ ടേബിളിൽ വന്ന് 35 തവണ വരും. അല്ല, 35 തവണയല്ല, 3ൻ്റെ ടേബിളിൽ വന്ന് 70 തവണ വരും. 4ൻ്റെ ടേബിളിൽ വരില്ല. എന്ത് കാരണം? ലാസ്റ്റ് 2 ഡിജിറ്റ് 10 ആണ്. 10നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 ശിഷ്ടം കിട്ടും. 4ൻ്റെ ടേബിളിൽ വരില്ല. 5ൻ്റെ ടേബിളിൽ വരും. 5ൻ്റെ ടേബിളിൽ 20ൽ 5 4 തവണ, 10ൽ 5 2 തവണ, 42 തവണ വരും. അടുത്തത് 6ൻ്റെ ടേബിളിൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരും. 21ൽ 6 3 തവണ, ബാലൻസ് 30 5 തവണ, 210. അടുത്തത് അപ്പോൾ ഇതേ തിരിച്ച് നമുക്ക് കൊണ്ടുവരാം, അതവിടെ ഇരിക്കട്ടെ. 7ൻ്റെ ടേബിളിൽ വരും, 30 തവണ വരും. 8ൻ്റെ ടേബിളിൽ വരില്ല. 4ൻ്റെ ടേബിളിൽ വന്നില്ലെങ്കിൽ 8ൻ്റെയും വരില്ല. 9ൻ്റെ വരില്ല. എന്താ വെച്ചാൽ ആഡ് ചെയ്യുമ്പോൾ 3 ആണ് വരുന്നത്. 2 + 1 + 0 ചെയ്യുമ്പോൾ നമുക്ക് 3 ആണ് വരുന്നത്. നമുക്ക് വരേണ്ടത് 9ൻ്റെ ഡിവിസിബിലിറ്റി നോക്കണമെങ്കിൽ 9 ആണ് വരേണ്ടത്. അപ്പോൾ 3 ആണ് വരുന്നത്, കാരണം 9ൻ്റെ ഡിവിസിബിലിറ്റിയിലുള്ള ഇവിടെ സക്സസ് ആയില്ല. അടുത്തത് 10, 21 തവണ നോക്കുമ്പോൾ 10 വരും. 11ൽ വരില്ല, 12ൽ വരില്ല, 13ൽ വരില്ല, 14ൽ വരില്ല, 15ൽ 14ൽ വരും. 15 തവണ വരും. അതേപോലെ ഇപ്പം ഇത്രയും കിട്ടിയില്ലേ? ഇനി 28ൽ വരുമോ ചോദിച്ചാൽ വരില്ല. പിന്നെ വരുന്നത് 21ൻ്റെ ടേബിളിലാണ്. പിന്നെ 30ൻ്റെ ടേബിളിൽ, 35ൻ്റെ ടേബിളിൽ, ഇനി അങ്ങനെ തിരിച്ചെഴുതി പോയിക്കോളൂ. നമ്മൾ ഇവിടെ എഴുതിയില്ലേ, ഇവിടെ 7 × 30 എഴുതിയത് 30 × 7 എഴുതി. അതുപോലെ 35 × 6, 42 × 5,
പിന്നെ വരുന്നത് 70 ഇൻറ്റു 3. ഈ മെത്തേഡ് വേണ്ട കേട്ടോ. അടുത്തത് 105 ഇൻറ്റു 2. അടുത്തത് ലാസ്റ്റ് 210 ഇൻറ്റു 1. ഇതൊക്കെ ഫാക്ടേഴ്സാണ്. ഇപ്പോൾ 210 ഞാനിതിപ്പോൾ അടിച്ചു കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ 2ൻ്റെ ടേബിൾ വരും, 3ൻ്റെ ടേബിളിൽ, 5ൻ്റെ ടേബിൾ, 7ൻ്റെ ടേബിൾ വരും നമ്മൾ പഠിച്ചു. ഇതേ നമുക്ക് തിരിച്ച് ഇങ്ങനെയും ചെയ്യാം. 210 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 70. വീണ്ടും 10ൻ്റെ ടേബിൾ എടുത്താൽ 7 തവണ വരും. അങ്ങനെ പല പല ടൈപ്പിൽ നമുക്കിതിനെ ഫാക്ടറൈസേഷൻ ചെയ്യാം. സോ ആ മെത്തേഡ് ട്രൈ ചെയ്താൽ ഒരുപാട് സമയമെടുക്കും. നിങ്ങൾ അതിന് പകരം ഇങ്ങനെ ചെയ്തോളൂ. ഏതിൻ്റെയൊക്കെ ടേബിൾ വരും എന്നുള്ളത് ഓർമ്മ വെച്ചോളൂ, നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ചെയ്യണമെങ്കിൽ. ഓക്കെ, ഒരു ലെവൽ എത്തുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഇതിൻ്റെ മേലേക്ക് ഇനി പോകാനില്ല എന്ന്. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതേ കുറഞ്ഞു വരും. ഇപ്പോൾ ഇത് നോക്കൂ, 21 30 വരെ എത്തി, 35 വരെ എത്തി. 35 എത്തിയതിൻ്റെ ശേഷം പിന്നെ വരുന്നത് 7ൻ്റെ ടേബിള് 30. അതിങ്ങനെ കുറഞ്ഞു 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 വരും അവസാനം. ഓക്കെ, സോ എത്ര മൾട്ടിപ്പിൾസ്, എത്ര ഫാക്ടേഴ്സ് ഉണ്ട് നോക്കൂ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. 15 1 ഏതോ വിട്ടിട്ടുണ്ടല്ലോ. 1 2 3 5 6 7 10 15. ഇവിടെ 1 വിട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ 15 ഇൻറ്റു 14 210. അത് ഞാൻ എഴുതാൻ വിട്ടുപോയി. അങ്ങനെ നമുക്ക് 16 ടോട്ടൽ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നോക്കാം. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ നമ്പേഴ്സ് എക്സ്, എക്സ് പ്ലസ് 2, എക്സ് പ്ലസ് 4 ആർ ഓൾ പ്രൈം നമ്പേഴ്സ് ആണത്രേ. ഇതൊക്കെ പ്രൈം നമ്പേഴ്സ് ആണത്രേ. സോ പ്രൈമാണ്. സോ എക്സ് എന്തായിരിക്കും? എക്സ് എന്തായിരിക്കും? സോ ഓപ്ഷൻ 1 എന്ന് പറയുന്നത് 3 ആണ്. 2 എന്ന് പറയുന്നത് ബി ആണ്. ബി എന്ന് പറയുന്നത് 2 ആണ്. സി എന്ന് പറയുന്നത് 11 ആണ്. ഡി എന്ന് പറയുന്നത് 17 ആണ്. ഇതിൽ ഏത് നമ്പർ ആയിരിക്കും ഈ എക്സ്? നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് സബ്മിറ്റ് ചെയ്ത് നോക്കണം. എക്സിന് പകരം 3 ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ എക്സ് പ്ലസ് 2 എന്ന് പറയുമ്പോൾ 3 + 2 ആയിരിക്കും. സോ 5 കിട്ടും. എക്സ് പ്ലസ് 4 എന്ന് പറയുമ്പോൾ 3 + 4, അപ്പോൾ 7 കിട്ടി. അപ്പോൾ 3 5 7 ഒക്കെ പ്രൈം നമ്പേഴ്സ് ആയില്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ 3 ആയിരിക്കണം ആൻസർ. അതേ നമ്മൾ എക്സ് = 2 എന്ന് ഇട്ട് കൊടുത്തെങ്കിൽ 2 ഒരു പ്രൈം നമ്പർ ആണ്. ഓക്കെ ആണ്, ക്ലിയർ. എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞാൽ ഈ എക്സിന് പകരം 2 ഇട്ട് കൊടുക്കുമ്പോൾ 2 + 2 എത്ര വരുന്നു? 4 ആണ് വരുന്നത്. 4 ഒരു പ്രൈം നമ്പർ ആണോ? അല്ല. അപ്പോൾ ഈ ആൻസർ വരില്ല. ഇനി അടുത്തത് സി വന്നിട്ട് 11 ആണ്. അപ്പോൾ എക്സിന് പകരം 11 ഇട്ട് കൊടുത്താൽ എക്സ് പ്ലസ് 2 11 + 2 13 വരുന്നു. അടുത്തത് എക്സ് പ്ലസ് 4 ഇട്ട് കൊടുത്താൽ എന്താവും? 11 + 4 15 ആണ് വരുന്നത്. ഇപ്പോൾ 11 പ്രൈം നമ്പറാണ്, 13 പ്രൈം നമ്പറാണ്, പക്ഷെ 15 പ്രൈം നമ്പർ അല്ല. അത് കാരണം ഈ ഓപ്ഷൻ വരില്ല. ഇനി എക്സ് = 17 ഇട്ട് കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് 17 + 2 19 വരുന്നുണ്ട്. 17 + 4 21 ആണ് വരുന്നത്. 21 ഒരു പ്രൈം നമ്പർ അല്ല. ഇത് രണ്ടുമാണ്. സോ നമ്മളുടെ കറക്റ്റ് ആൻസർ ഏതാ? അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ? ഏതാണ് എക്സിന് പകരം വരുന്നത്? എക്സിന് പകരം ഏത് നമ്പർ ഇട്ട് കൊടുക്കുമ്പോഴാണ് 3 സംഖ്യയും പ്രൈം നമ്പർ ആയിട്ട് മാറുന്നത്? 17. 17 21 വരുന്നുണ്ട്. അത് കാരണം ആ ഓപ്ഷൻ വരില്ലല്ലോ. 11. അതില് 15 വരുന്നുണ്ട്, അതും വരില്ലല്ലോ. 3 ആണ് ആൻസർ. 3 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ.
നമ്പർ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ വരും കേട്ടോ, സൂക്ഷിച്ച് വെച്ചോളൂ. എക്സ് മൈനസ് 2 ആൻഡ് എക്സ് മൈനസ് 6. ഇന്ന് 3 പേർക്ക് ലീവാണോ? So find the value of x. So the number x, x minus 2, x minus 6, all are prime numbers. So find the value of x. Previous question മാതിരി തന്നെയാണ്, നിങ്ങൾ ചെയ്തിട്ട് ആൻസർ പറയൂ. എക്സ് 15 ആവോ 17 ആവോ 19 ആവോ 21 ആവോ എന്നുള്ളത് പറയണം. ഇതും തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈം നമ്പർ ആയിട്ട് മാറണം. അത് 3ഉം പ്രൈം നമ്പർ ആവണം, അപ്പോഴാണ് ആൻസർ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ആൻസർ ഈ എക്സ് എന്ന് പറയുന്നതും പ്രൈം നമ്പറാണ്, എക്സ് മൈനസ് 2ഉം പ്രൈം നമ്പറാണ്, എക്സ് മൈനസ് 6ഉം പ്രൈം നമ്പറാണ് അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്, ഓൾ ഓർ പ്രൈം നമ്പറിന്. അപ്പോൾ ഈ എക്സിന് പകരമാണ് നമ്മൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിനെ സബ്മിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതും ഒരു പ്രൈം നമ്പറായിട്ട് തന്നെ ഉണ്ടാവണം. അങ്ങനെ നോക്കുമ്പോൾ 21 ഒരു പ്രൈം നമ്പറേ അല്ല. എന്ത് കാരണം പ്രൈം നമ്പർ അല്ല? 21 3ന്റെ ടേബിളിൽ വരുന്നുണ്ട്, 7ന്റെ ടേബിളിൽ വരുന്നുണ്ട്, 21ന്റെ ടേബിളിൽ വരുന്നുണ്ട്, 1ന്റെ ടേബിളിൽ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പ്രൈം നമ്പർ അല്ല. പ്രൈം നമ്പർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ന്റെ ടേബിളിലും പിന്നെ അതേ നമ്പറിൻ്റെ ടേബിളിലും മാത്രമേ വരാൻ പാടുള്ളൂ. ഇപ്പോൾ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 1ന്റെ ടേബിളിൽ വരുന്നുണ്ട്, പിന്നെ 2ന്റെ ടേബിളിൽ മാത്രമേ വരുന്നുള്ളൂ. 3ഉം അതുപോലെ 3ന്റെ ടേബിളിൽ വരുന്നുണ്ട്, പിന്നെ 1ന്റെ ടേബിളിൽ മാത്രമേ വരുന്നുള്ളൂ, വേറെ എവിടെയും വരുന്നില്ല. അത് കാരണമാണ് ഈ 2 3 5 7 11 13 ഇങ്ങനെ പോകുന്ന നമ്പറൊക്കെ നമുക്ക് പ്രൈം നമ്പേഴ്സ് ആയത്. ഓക്കെ, സോ 21 അവിടെ വെച്ച് തന്നെ നിങ്ങൾ ക്യാൻസൽ ചെയ്തു. ഇനി 15ഉം ആവില്ല. 15 1ന്റെ ടേബിളിൽ വരും, 3ന്റെ ടേബിളിൽ, 5ന്റെ ടേബിളിൽ, 15ന്റെ ടേബിളിൽ അല്ലേ? 4 എണ്ണം വന്നില്ലേ ഫാക്ടേഴ്സ്? തീർച്ചയായിട്ടും 15 പ്രൈം നമ്പർ അല്ല. ഇനി നിങ്ങൾ ഈ 2 എണ്ണം മാത്രം ചെക്ക് ചെയ്താൽ മതി. എക്സ് ഇസ് ഈക്വൽ ടു 17. അപ്പോൾ എക്സ് മൈനസ് 2, 17 മൈനസ് 2 എത്ര വരും? 15. 15 ഒരു പ്രൈം നമ്പർ ആണോ? അല്ല. ഈ ഒരു നമ്പറും അല്ല. 15 പ്രൈം നമ്പർ അല്ല. നോക്കൂ, പ്രൈം നമ്പർ ആണ് എങ്കിൽ ആകെ 2 ഫാക്ടേഴ്സ് മാത്രമേ വരുള്ളൂ, അല്ലാത്തത് പ്രൈം നമ്പർ അല്ല. അപ്പോൾ 15 പ്രൈം നമ്പർ അല്ല എന്ന് ഇപ്പല്ലേ നമ്മൾ നോക്കിയത്. അടുത്തത് എക്സ് ഇസ് ഈക്വൽ ടു 19 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് മൈനസ് 2 എന്ന് പറയുമ്പോൾ 19 മൈനസ് 2 17 കിട്ടും. 17 ഒരു പ്രൈം നമ്പറാണ്. അടുത്തത് എക്സ് മൈനസ് 6, 19 മൈനസ് 6 എത്ര വരും? 13. 13ഉം ഒരു പ്രൈം നമ്പറാണ്. ഇതിനാണ് നിങ്ങളോട് ഓരോരോ ദിവസവും കുറച്ച് പ്രൈം നമ്പേഴ്സ് പഠിക്കാൻ പറയാൻ കാരണം. ഇപ്പോൾ മനസ്സിലായോ മിസ് പറഞ്ഞത്? എന്ത് കാരണം പഠിക്കാൻ പറഞ്ഞു എന്ന്? സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 19 ആണ് കേട്ടോ. ഇന്നും ടെസ്റ്റ് ഉണ്ടാവും, വൈകുന്നേരം ടെസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ വൈകുന്നേരത്തിന് പകരം ഒരു കുറച്ച് മുന്നിലേ ഞാൻ ടെസ്റ്റ് തരാം കേട്ടോ. ഇന്ന് വീട്ടിലല്ലേ ഉണ്ടാവുക 3 പേരും? ദയ വീട്ടിലാണോ ഉണ്ടാവുക ഇന്ന്? അടുത്ത ക്വസ്റ്റ്യൻ, കോമൺ മൾട്ടിപ്പിൾ for the number 4, 8 and 10. ഇതിൻ്റെയൊക്കെ കോമൺ മൾട്ടിപ്പിൾ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. വിത്തിൻ ഫസ്റ്റ് 10 മൾട്ടിപ്പിൾസ്. എന്താ ഉദ്ദേശിക്കുകയെന്ന് വെച്ചാൽ വിത്തിൻ 10 മൾട്ടിപ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇപ്പോൾ 10ന്റെ ടേബിളിൽ 10 വരെ എഴുതുക. അപ്പോൾ എന്ത് വരും? 1 10s are 10, 2 10s are 20, 3 10s are 30, 4 10s are 40, 5 10s are 50, 6 10s are 60, 7 10s are 70, 8 10s are 80, 9 10s are 90, 10 10s are 100. അതുപോലെ 8ന്റെ എടുത്തു കഴിഞ്ഞാൽ 1 8s are 8, പിന്നെ 16, 24 അല്ലേ, 32, 40, 48,
പിന്നെ 56, 64, 72, 80. ഇതാണ് ആദ്യത്തെ 10 മൾട്ടിപ്പിൾ. അതേപോലെ 4ൻ്റെ ആകുമ്പോൾ 4, 8, 12, 16, 20, 24, 8ൻ്റെ പകുതി അങ്ങനെ വരും അല്ലേ. സോ 28, 32, 36, 40. ഇതൊക്കെയാണ് ഫസ്റ്റ് 10 മൾട്ടിപ്പിൾസ് അല്ലേ ഈ നമ്പേഴ്സിൻ്റെയൊക്കെ. ഇതിൽ കോമൺ മൾട്ടിപ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. കോമൺ മൾട്ടിപ്പിൾ ഇതിൽ ഏത് നമ്പറാണ് കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്? 10 വരുന്നുണ്ടോ? ഇല്ല. എല്ലാ ലൈനിലും 10 വരുന്നുണ്ടോ? 20 വരുന്നുണ്ടോ? ഇല്ല. 30 ഇല്ല. 40 ഉണ്ടോ? 40 ഉണ്ട്. അല്ലേ? സോ ആൻസർ 40. മനസ്സിലായ? ഫസ്റ്റ് 10 മൾട്ടിപ്പിൾസിൽ കോമൺ മൾട്ടിപ്പിൾ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് മാതിരി ചെയ്തതാണ്. അതേപോലെ ഒരു ക്വസ്റ്റ്യന്, അടുത്ത ക്വസ്റ്റ്യൻ. The number of multiple of 7 between 21 and 77. 77ൻ്റെയും 21ൻ്റെയും 77ൻ്റെയും ഇടയ്ക്ക് വരുന്ന 7ൻ്റെ മൾട്ടിപ്പിൾ ഏതൊക്കെയായിരിക്കും? 7ൻ്റെ ടേബിളിൽ പറഞ്ഞു നോക്കുക. അതിൽ പ്രോഡക്റ്റിൻ്റെ ഭാഗം എന്ന് വെച്ചാൽ 1 7s are 7. ഈ സൈഡ് ഉണ്ടല്ലേ, ഇതിനെയാണ്, ഈ ഭാഗം വരില്ലേ, ഇതിനെയാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഈ പ്രോഡക്റ്റിൽ 21ൻ്റെ ശേഷം 77ൻ്റെ ഉള്ളിൽ എത്ര മൾട്ടിപ്പിൾ ഉണ്ടെന്ന് പറയണം. എത്ര മൾട്ടിപ്പിൾ ഉണ്ടാവും? ജസ്റ്റ് എഴുതി നോക്കൂ, ടേബിൾ എഴുതി നോക്കൂ, 7ൻ്റെ ടേബിൾ എഴുതി നോക്കൂ. ഏഴ് പറയുന്നത് 21നെക്കാളും ചെറുതല്ലേ. നമുക്ക് വേണ്ടത് 21ൻ്റെ മേലെയാണ്. ആദ്യം ടേബിൾ എഴുതിക്കോളൂ. 1 7s are 7, 2 7s are 14. ആർക്കാ പറയാൻ സാധിക്കുക? 7ൻ്റെ ടേബിള് ആർക്കാ പറയാൻ സാധിക്കുക? 4 7s are 28. 5 7s are 35. 6 7s are 42. 49. 8 7s are 56. 9 7s are 63. 10 7s are 70. 11 നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ? ഈ പറഞ്ഞ 21നും 77ൻ്റെ ഇടയ്ക്ക്
21 ഇപ്പോൾ പാടില്ല. ഇനി ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ 21 പാടില്ല, 77 പാടില്ല. നമുക്ക് വരേണ്ടത് ഇത്രയും നമ്പേഴ്സ് മാത്രം. മ്യൂട്ട് ആക്കിക്കോളൂ ക്വസ്റ്റ്യൻ. സോ 28, 35, 42, 49, 56, 63, 70. അപ്പോൾ എത്ര നമ്പേഴ്സാണ് വരുന്നത് പറയൂ? 7. കറക്റ്റാണ് കേട്ടോ. ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതോടുകൂടി ചാപ്റ്റർ കഴിഞ്ഞ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 2310 നമ്മൾ ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ഒരു തവണ ചെയ്യാം. ദ പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 2310 ഓർ 2310 എത്രയായിരിക്കും? ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ ഓപ്ഷൻസ് എഴുതി കാണിച്ചു തരാം. എന്താ വെച്ചാൽ ഓപ്ഷനിൽ നമ്മൾ ഒരുപാട് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. സോ 2, 3, 5, 7, 11. അടുത്തത് രണ്ടാമത്തത് 2, 3, 4, 7. പിന്നെ മൂന്നാമത്തത് 2, 4, 6, 7, 11. നാലാമത്തത് നൺ ഓഫ് ദീസ്. നൺ ഓഫ് ദീസ് പറഞ്ഞാൽ ഇതിൽ ഏതുമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ചെയ്തത് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് വൺ ആണോ? യെസ്, കറക്റ്റ്, ഫസ്റ്റ് വൺ. എന്ത് കാരണം പറയുന്നു ദയാ? പ്രൈം നമ്പർ, അത് ഫുള്ളും പ്രൈം നമ്പർ ആയതുകൊണ്ട്. യെസ്, കറക്റ്റ്. ഇത് 4 പ്രൈം നമ്പർ അല്ല, 6ഉം 4ഉം പ്രൈം നമ്പർ അല്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നൺ ഓഫ് ദീസ് കൂടി ഉള്ളത് കാരണം ഇതിനൊക്കെ മൾട്ടിപ്പിൾ ചെയ്ത് നോക്കണം. 2 × 3 × 5 × 7 × 11 നോക്കുക. മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 2310 കിട്ടിയാൽ ഈ ആൻസർ ടിക്ക് ചെയ്യാം. കിട്ടിയില്ലെങ്കിൽ നൺ ഓഫ് ദീസ് ടിക്ക് ചെയ്യാം. സോ 2 3s are 6, 5 7s are 35 × 11. 6 35s are എത്ര വരുന്നു നോക്കൂ. 30, 18, 21. വീണ്ടും 11 കൊണ്ട്. കറക്റ്റ് കിട്ടുന്നുണ്ട് കണ്ട. സോ ഓപ്ഷൻ 1 ആണ്. ഓക്കെ, അല്ല ഒരു 3 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് കേട്ടോ, അതും കൂടി കംപ്ലീറ്റ് ചെയ്യാം. 3 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ വന്ന് 13 സെൽഫ് പ്രാക്ടീസ്. കോമൺ മൾട്ടിപ്പിൾ ഓഫ് നമ്പർ 7 and 17 within 5 multiple. ഈ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചില്ലേ? ഇത് ചെയ്തില്ലേ? ഇതേപോലെ ഈ 10ന്റെ ടേബിൾ എഴുതി, 8ന്റെ ടേബിൾ എഴുതി, 4ന്റെ ടേബിൾ എഴുതുമ്പോൾ ഇവർ 10 മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ 10 4s are 40 വരെ എഴുതിയത്, 10 8s are 80 വരെ, 10 10s are 100 വരെ നമ്മൾ എഴുതിയത്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെയല്ല ചോദിച്ചിരിക്കുന്നത്. വിത്തിൻ 5 മൾട്ടിപ്പിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം 7ന്റെ ടേബിൾ എഴുതുക, അതും 5 വരെ, 5 × 7 വരെ മാത്രം എഴുതിയാൽ മതി. സോ 7 7s are 7, 7 1s are 7, 7 2s are 14, 7 3s are 21, 7 4s are 28, 7 5s are 35. ഇനി 17ന്റെ എഴുതുക. 17ന്റെ ഫോർമുല അറിയാവോ? 17ന്റെ ടേബിൾ അറിയാവോ? 17, 34, 51, 68, 85 ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ ഇവർ ചോദിച്ചിരിക്കുന്നത് കോമൺ മൾട്ടിപ്പിൾ ഓഫ് 7 and 17 ഏതായിരിക്കും എന്നുള്ളതാണ്. ഇതിലേതെങ്കിലും കോമൺ ആയിട്ട് വരുന്നുണ്ടോ? ഇല്ല. വരുന്നില്ല. ഒരു മിനിറ്റ്.
വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കിപ്പോൾ ഇങ്ങനെ തന്നിരിക്കുകയാണെന്ന് വിചാരിക്കാം. ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് 42, സെക്കൻഡ് ഓപ്ഷൻ 56, മൂന്നാമത്തെ ഓപ്ഷൻ 72, നാലാമത്തെ ഓപ്ഷൻ നൺ ഓഫ് ദീസ് എന്ന് നിങ്ങൾക്ക് None of these. None of these. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is true? ഇതിൽ ഏതൊക്കെയാണ് ട്രൂ എന്നാണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ, എവ്രി നമ്പർ is a factor of itself. രണ്ടാമത്തത്, number of multiple of a number or infinitive. Third one, a number is exactly divisible by its factor. 4, all or true. എന്തായിരിക്കും പറയൂ? Last one ആണോ മാം? കറക്റ്റ്, ലാസ്റ്റ് വൺ തന്നെയാണ് ആൻസർ കേട്ടോ. എന്താ വെച്ചാൽ എവ്രി നമ്പർ ഇസ് എ ഫാക്ടർ ഓഫ് ഇറ്റ് സെൽഫ്. നമ്മൾ കുറച്ച് മുന്നിലും കൂടി ഫാക്ടറൈസേഷൻ കണ്ടതാണ്. ഇതാ ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ കണ്ടപ്പോൾ 210 ഒരു ഫാക്ടറായിട്ട് 210 തന്നെ വരുന്നു, കണ്ടില്ലേ? അപ്പോൾ ഇറ്റ് സെൽഫ് പറഞ്ഞാൽ അതേ തന്നെ എന്നുള്ളതാണ്. അടുത്തത് അവർ പറയുന്നു നമ്പർ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് എ നമ്പർ ഓർ ഇൻഫിനിറ്റീവ്. നമ്പർ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് എ നമ്പർ ഓർ ഇൻഫിനിറ്റീവ് ശരിയാണ്. ഇപ്പോൾ നമ്മളോട് ഈ ക്വസ്റ്റ്യൻ നോക്കും, വിത്തിൻ 5 മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 5 × 17 നോക്കി, 5 × 35 നോക്കി. അതേപോലെ എത്ര വേണമെങ്കിലും നമുക്ക് പോകാലോ. ഇൻഫിനിറ്റീവ് എന്ന് വെച്ചാൽ എണ്ണിലടങ്ങാ എന്നതാണ് മീനിങ്. എണ്ണിലടങ്ങാ എന്ന് വെച്ചാൽ എണ്ണാൻ പറ്റാത്ത വിധം എന്നതാണ്. സോ ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ലൈനും ശരിയാണ്. എ നമ്പർ ഇസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ ഇറ്റ്സ് നമ്പർ ഫാക്ടേഴ്സ്. ഒരു ഫാക്ടർ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ നമ്പർ ആ ഫാക്ടർ കൊണ്ട് ഫുള്ളായിട്ട് ഡിവിസിബിൾ ആവും. അപ്പം അതിന് എക്സാമ്പിൾസ് ആണ് ഇവിടെ. ഇതൊക്കെ ഫാക്ടേഴ്സ് ആണ്. 1 ഫാക്ടർ, 2, 3, 5, 6, 7, 10, 14, 21, 30, 35, 42, 70, 105, 210 ഒക്കെ ഫാക്ടേഴ്സ് ആണ്. അതൊക്കെ ഡിവിസിബിൾ ആവുന്നുണ്ട്. ഇപ്പോൾ 210 ഡിവൈഡ് ചെയ്താൽ 210 തന്നെ കിട്ടും. 2 കൊണ്ട് 210 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 105 കിട്ടും. അങ്ങനെ എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സിനെ കൊണ്ട് തന്നെ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താണ്? ഡിവിസിബിൾ ആവും. സോ 3 ശരിയാണ്. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is not true? Not true എന്ന് വെച്ചാൽ സത്യമില്ലാത്തത് ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ, എവ്രി നമ്പർ is a multiple of itself. Next one, 1 is not the factor of all number. Third one, exact divisor of a number is a factor of that number.
നാലാമത്തത് ഓൾ ഓർ ട്രൂ. ഇതിൽ നമ്മൾ എടുക്കാൻ പാടാത്തത്, ശരിക്കും നമ്മളുടെ ആൻസർ എന്തായിരിക്കണം, ഇതിൽ ഏതാണോ നോട്ട് ട്രൂ അതായിരിക്കണം. ഇപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട് എവ്രി നമ്പർ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് ഇറ്റ് സെൽഫ്. ശരിയാണ്, എവ്രി നമ്പറും അതിൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഇപ്പോൾ 5 ഇൻറ്റു 1 5 തന്നെയാണ്, 1 ഇൻറ്റു 5 5 തന്നെയാണ്. സോ 5 5 എവ്രി നമ്പർ എന്താണ്, മൾട്ടിപ്പിൾ ആണ്, അതേ നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ ഇത് ശരിയാണ്. അടുത്തത് എക്സാക്ട് ഡിവൈസർ ഓഫ് എ നമ്പർ, ഇതെന്തായാലും വരില്ല. എന്ത് കാരണം, ഒന്ന് ശരിയായ സ്ഥിതിക്ക് എല്ലാം ട്രൂ എന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ, നോട്ട് ട്രൂ ഏതാണെന്നാണ്. ഈ ഓപ്ഷൻ വരില്ല. ഇനി 2 അല്ലെങ്കിൽ 3 വരാം ഓപ്ഷൻ, അതിൽ ഏതാണെന്ന് നോക്കാം. എക്സാക്ട് ഡിവൈസർ ഓഫ് എ നമ്പർ ഇസ് എ ഫാക്ടർ ഓഫ് ദാറ്റ് നമ്പർ. ഇപ്പോൾ 27നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഇതിൻ്റെ പേരാണ് ഡിവൈസർ. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കോഷ്യൻ്റ് കിട്ടും, 9 തവണ 27 ഇതെന്ന്. അപ്പോൾ 27ൻ്റെ ഒരു ഫാക്ടറാണ് 3. അപ്പോൾ ഇവർ അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിയാണ്. നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ എന്താണ്, തെറ്റ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റ് തീർച്ചയായിട്ടും ഇതാണ്. എന്ത് കാരണം, 1 എന്ന് പറയുന്നത് എല്ലാ നമ്പേഴ്സിൻ്റെയും ഫാക്ടറാണ്. കുറേ ക്വസ്റ്റ്യന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. 1 പറയുന്നത് എവ്രി നമ്പറിൻ്റെ ഫാക്ടറാണ്. ഇവിടെ എന്ത് പറയുന്നു, 1 is not the factor of all number എന്ന് പറയുന്നു. അത് കാരണം ഈ രണ്ടാമത്തെ പോയിന്റാണ് ഫോൾസ്. നോട്ട് ട്രൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ പോയിന്റാണ്. ക്ലിയർ? ഇത് ഞാൻ ടെസ്റ്റ് തരുമ്പോൾ ഓപ്ഷൻസ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടാണ് തരിക. അതിന് പറഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ കണ്ട വഴിക്ക് രണ്ടാമത്തെ ഓപ്ഷനാണ് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാൻ നിൽക്കരുത്. ആൻസർ കൃത്യമായിട്ട് പഠിച്ച് തന്നെ ടെസ്റ്റ് എഴുതുക കേട്ടോ. സമയം എത്രയായി, 7:26 അല്ലേ. അപ്പം നമ്മൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഏകദേശം ഈ ഒരു പാർട്ട് 6ഓട് കൂടി എത്ര ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു എന്നറിയോ, 38 40 50 ക്വസ്റ്റ്യൻ നമ്മൾ പ്രാക്ടീസ് ചെയ്തു. 54 ക്വസ്റ്റ്യൻ നമ്മൾ പ്രാക്ടീസ് ചെയ്തു. 54 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത് ഈ ടോപ്പിക്കിന് വേണ്ടിയിട്ട് കേട്ടോ. ഈ 54 ക്വസ്റ്റ്യനും ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവും. അപ്പോൾ തലകുത്തി നിന്നിട്ടെങ്കിലും പഠിച്ചു വെച്ചോളൂ. ഈ ടൈപ്പിൽ ഏത് ടൈപ്പ് വേണമെങ്കിലും ചോദിക്കാം. നമ്മൾ 54 ക്വസ്റ്റ്യനും ഇന്നോടുകൂടി പഠിച്ചു കഴിഞ്ഞു. നോക്കൂ, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എത്ര ക്വസ്റ്റ്യൻസ് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ 13 ക്വസ്റ്റ്യനും അതിൽ ഏതെങ്കിലും ഒരു 5 ക്വസ്റ്റ്യനെ ഞാൻ ചോദിക്കുള്ളൂ. സോ ഫുള്ളായിട്ട് പഠിച്ചെടുക്കുക. 11 മണിക്ക് ഇന്ന് രാവിലെ 11 മണിക്ക് ഞാൻ ടെസ്റ്റ് തരും. 12 മണിനുള്ളിൽ എനിക്ക് ടെസ്റ്റ് പേപ്പർ അയച്ചു തരണം. അയച്ചു തരുമോ കിഷാൻ? പറയൂ, അയച്ചു തരുമോ? ദയ തരും, പറഞ്ഞോ. ഓക്കെ കിഷാൻ അയച്ചു തരുമോ?